ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും ദൈവിക മന്നയെ പ്രാപിച്ചുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു. 2 കൊരിന്ത്യർ 1:4. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്ന 2 കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഒന്ന്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. പ്രിയരെ, വെറും വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ അല്ല തിരുവചനത്തിനകത്ത് നമുക്ക് ദർശിക്കുവാനായി കഴിയുന്നത്. ആശയറ്റവരും പ്രതീക്ഷയില്ലാത്തവരും പ്രശ്നങ്ങൾക്കകത്ത് പെട്ടുപോയ ധാരാളം പേർ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുവാനിടയായി തീർന്നു. ലോകത്തിൽ നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെയുള്ള ആശ്വാസ വാക്കുകൾ യേശു അവരോട് പറഞ്ഞു എന്നുള്ളതല്ല, അതിനപ്പുറം നിലനിൽക്കുന്ന ആശ്വാസം പ്രാപിക്കത്തക്ക നിലയിൽ യേശു അവർക്ക് വേണ്ടി ചിലത് ചെയ്യുവാനിടയായി തീർന്നു. ഇവിടെ ആശ്വാസത്തിന്റെ പാട്ടും ആശ്വാസത്തിന്റെ പ്രസംഗവും ആശ്വാസത്തിന്റെ വാക്കുമൊക്കെ അനുദിനം ധാരാളം നമ്മൾ ശ്രവിക്കാറുണ്ട്. എന്നാൽ ഇതിനൊന്നും കാര്യമായ ആശ്വാസം ആർക്കും കൊടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിനകത്ത് ഭാരം ചുമക്കുന്ന, വേദന അനുഭവിക്കുന്ന, കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സകലരെ നോക്കിയിട്ടും കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരുപാട് വേദനകളോടെ, ഒരുപാട് ദുഃഖങ്ങളോടെ, ഒരുപാട് സങ്കടങ്ങളോടെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ ഈ പ്രഭാതത്തിൽ തീരുമാനമെടുത്താൽ നിശ്ചയമായിട്ടും സകല വിഷയങ്ങൾക്കകത്തും ഒരാശ്വാസം വെളിപ്പെടുവാനിടയായി തീരും. ഇതാണ് ലേഖനത്തിനകത്ത് പറയുന്നത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. ആമേൻ. നിശ്ചയമായിട്ടും വിങ്ങിപ്പൊട്ടുന്ന അനുഭവങ്ങൾക്കകത്ത്, നീറിപ്പുകയുന്ന അവസ്ഥകളിലൂടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് അസ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്ക് ആശ്വാസവും വിടുതലുമായി തീരട്ടെ. ലോകത്തിൽ ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾക്ക് ഉടമസ്ഥരാണോ നിങ്ങൾ? ഞാൻ പറയാം, നയീൻ എന്ന പട്ടണത്തിലേക്ക് കർത്താവ് ചെല്ലുമ്പോൾ മാനുഷികമായ വാക്കുകൾക്കൊന്നും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത മകൻ നഷ്ടപ്പെട്ടു പോയ ഒരമ്മയെ ആ പട്ടണത്തിന്റെ വാതിലിൽ നമുക്ക് കാണാം. ആ വിലാപയാത്രയുടെ മുൻപിലായി കണ്ണുനീരൊലിപ്പിച്ച് ഹൃദയം തകരത്തക്ക നിലയിൽ ഭാരത്തോടെ കാണുന്ന ആർക്കും വേദന തോന്നത്തക്ക നിലയിൽ മരണദുഃഖം പേറിപ്പോകുന്ന ഒരമ്മ. നോക്ക്, ആ പട്ടണവാതിലിൽ യേശു ഒരു അനുശോചന പ്രസംഗം നടത്തിയെന്നും മരണപ്രാർത്ഥന നടത്തിയെന്നും അല്ല തിരുവചനം എഴുതിയിരിക്കുന്നത്. അവളുടെ ഹൃദയത്തിൽ ആശ്വാസം നിലനിൽക്കേണ്ടതിന് മരിച്ചുപോയതിനെ ജീവനോടെ മടക്കിക്കൊണ്ടുവരുവാൻ യേശുവിന് കഴിഞ്ഞു എന്ന് പ്രിയരെ നിങ്ങൾക്ക്
ദുഃഖത്തിന് കാരണമായി, വേദനയ്ക്ക് കാരണമായി. എത്ര വലിയ പ്രശ്നങ്ങൾ മുൻപിലുണ്ടെങ്കിലും ആ പ്രതിസന്ധികൾക്ക് പരിഹാരം തന്ന്, ആ പ്രശ്നങ്ങളിൽ നിങ്ങളെ വിജയിപ്പിച്ച്, തകർന്നു പോകാതെ, ഉടഞ്ഞു പോകാതെ, നഷ്ടങ്ങൾ സംഭവിക്കാതെ, തോറ്റു പോകാതെ ആശ്വാസം ജീവിതത്തിൽ പ്രദാനം ചെയ്യുവാൻ കരുത്തുള്ള യേശുവിൻ്റെ അടുക്കലേക്ക് ഈ പകൽ കടന്നു ചെല്ലാമോ? ഈ വാക്യം അതാണ്. അപ്പോസ്തലൻ പറയുന്നത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. ആമേൻ. ആ ആശ്വാസം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ ആശ്വാസത്തിൻ്റെ സന്തോഷം, ആശ്വാസത്തിൻ്റെ ആനന്ദം പ്രാപിച്ചവരാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി തന്നു. പ്രവാചകൻ പറയുന്നത്, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമെന്ന്. ഏത് രാത്രിയും ഏത് പകലും ഒരു കുഞ്ഞിന് വേണ്ടി അമ്മയുടെ കരം ആശ്വാസമായി നീളുന്നത് പോലെ ഈ മരുഭൂമി യാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്ത് നിശ്ചയമായിട്ടും ദൈവം നമ്മെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും. അടുത്തൊരു പദം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ജീവിതയാത്രയിൽ ദൈവിക ആശ്വാസം പ്രാപിച്ചവരാണോ അവരോട് പറയുകയാ, യാതൊരു കഷ്ടത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തരാകേണ്ടതിന്. എന്തിനാ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടത്? എന്തിനാ ദൈവം കണ്ണുനീരുകളെ തുടച്ചത്? എന്തിനാ ദൈവം നമ്മെ ആശ്വസിപ്പിച്ചത്? ആ ആശ്വാസത്തിന്റെ ആനന്ദലഹരിയിൽ ആറാടി ജീവിക്കുവാനല്ല, ആശ്വസിപ്പിക്കുന്ന വ്യക്തികളായി മാറുവാൻ. ദൈവം നമ്മെ ആശ്വസിപ്പിച്ച ആശ്വാസം കൊണ്ട് നമ്മൾ ആശ്വസിപ്പിക്കുന്നവരായി മാറണം. നമ്മുടെ കരങ്ങൾ ചിലരെ കരം പിടിച്ചുയർത്തുവാൻ, ചിലരുടെ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ, ചിലർ മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അവരുടെ ജീവിതം മുഴുവനും ആശ്വാസമായി തീരേണ്ടതിന്, ഈ ലോകത്തിൽ ആശ്വാസത്തിന്റെ കേന്ദ്രങ്ങളായി മാറുവാൻ, ദൈവത്താൽ ആശ്വാസം അനുഭവിക്കപ്പെട്ട ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ദൈവിക ആശ്വാസം പ്രാപിച്ചവര്, ദൈവിക ആശ്വാസം അനുഭവിച്ച വലിയ സാക്ഷ്യങ്ങൾ പറയുന്നവരെ, അവരോട് ഈ വാക്യത്തിനകത്ത് പറയുന്നു, കഷ്ടത്തിലിരിക്കുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നാം പ്രാപ്തരായി മാറണം, ശക്തരായി മാറണം. ഇന്നുവരെ അതിന് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ശിഷ്ടയായുസ് പാവഭാരം പേറി നിത്യശിക്ഷാവിധിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പേരെ നിത്യസന്തോഷത്തിലേക്ക്, നിത്യാശ്വാസത്തിലേക്ക് കരം കൊടുത്തുയർത്തത്തക്ക നിലയിൽ നമ്മുടെ ജീവിതം ആശ്വാസത്തിന്റെ ഉറവിടമായി മാറട്ടെ. രണ്ട് കാര്യങ്ങൾ പ്രിയരെ. ഒന്ന്, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഏതൊരു കഷ്ടതയുടെ നടുവിലും. രണ്ടാമത്തെ കാര്യം, ആശ്വാസം അനുഭവിച്ചവരോടാണ് പറയുന്നത്, മറ്റുള്ളവരെ നിങ്ങൾ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അഥവാ ഒരു ആശ്വാസത്തിന്റെ കേന്ദ്രമായി നിങ്ങളുടെ ജീവിതം മാറണം. ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആശ്വാസം തീരെ അറ്റുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും തുരുത്തായി നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ജീവിതവും മാറേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞാൻ പറഞ്ഞത്, ഏത് പ്രതിസന്ധികൾക്കകത്തും ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ കരമുണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്,
ആശ്വാസം അനുഭവിച്ചവർ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരണം. പ്രാർത്ഥിക്കാം ഒരുമിച്ച് ദൈവത്തോട്. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ,